ഹായ് മക്കളെ, നമ്മൾ നമ്മുടെ കിങ്സ് 11 ജെയുടെ GIBയുടെ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 3യുടെ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. കെമിസ്ട്രി നോക്കൂ മക്കളെ, സെക്ഷൻ എയിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 26ാമത്തെ ചോദ്യമായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിലെ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 48 ഗ്രാം ഓഫ് മെഗ്നീഷ്യം 2+ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, ഒരു മെഗ്നീഷ്യം 2+ൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? ഒരു മെഗ്നീഷ്യം 2+ൽ ആക്ച്വലി മെഗ്നീഷ്യത്തിൽ 12 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ, കാരണം മെഗ്നീഷ്യം 2+ ആണല്ലോ, 2 ഇലക്ട്രോൺ പോകുമ്പോൾ അതിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരു മോളിലോ, ഒരു മോൾ മെഗ്നീഷ്യം 2+ൽ 10 × അവോഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ശരിയല്ലേ? ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് എത്ര മോൾ മെഗ്നീഷ്യം ആണെന്ന് കണ്ടാൽ പോരെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് മെഗ്നീഷ്യം ബൈ മോളാർ മാസ് ഓഫ് മെഗ്നീഷ്യം അല്ലേ, 48/24. സോ 2 മോൾ മെഗ്നീഷ്യം ആണുള്ളത്. അപ്പോൾ ഒരു മോളിൽ മക്കളെ 10 ആണെങ്കിൽ ദഫോ 2 മോൾ മെഗ്നീഷ്യം 2+ൽ എത്ര മോൾ ഇലക്ട്രോൺസ് ഉണ്ടാകും? 2 × 10 × അവോഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകും. അതായത് 20 × അവോഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകും. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ. ഓക്കെ, സി ദ നെക്സ്റ്റ്. When equal volume of the following solutions are mixed, the precipitation of AgCl will occur with. അപ്പോൾ നമുക്കറിയാം KSP തന്നിട്ടുണ്ട് മക്കളെ. അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിനേക്കാൾ ഗ്രേറ്റർ ആകുമ്പോഴാണല്ലോ പ്രസിപ്പിറ്റേഷൻ നടക്കുക. അതെ, അതായത് മക്കളെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl- ആണല്ലോ നമ്മൾ അയോണിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. ഇതിൻ്റെ വാല്യൂ KSPയേക്കാൾ ഗ്രേറ്റർ ആകണമല്ലോ. KSPയേക്കാൾ ഗ്രേറ്റർ ആകണം. KSPയുടെ 10ന്റെ പവർ വരുന്നത് എത്രയാ? 10⁻⁻10 ആണ്. 10⁻⁻10നേക്കാൾ ഗ്രേറ്റർ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻10നേക്കാൾ ലെസ് നെഗറ്റീവായ വാല്യൂ വരിക. 10⁻⁻9 ആകാം, 10⁻⁻8 ആകാം, 7 ആകാം, -6 ആകാം, അങ്ങനെ ഏതുമാകാം. ഇനി മക്കളെ ഈക്വൽ വോളിയം ആണല്ലോ മിക്സ് ചെയ്യുന്നത്. ഈക്വൽ വോളിയം മിക്സ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന കോൺസെൻട്രേഷനുകളുടെ നേർപകുതിയാകും. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ 10ന്റെ പവർ മാത്രം നോക്കിയാൽ മതി. നോക്കിയടാ മക്കളെ, 10ന്റെ പവറുകൾ മാത്രം നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ആൻസർ കിട്ടുക എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയടാ മക്കളെ. 10ന്റെ പവറുകൾ മാത്രം നോക്കുന്ന സമയത്ത് ആൻസർ എത്ര കിട്ടുക? 10⁻⁻4ഉം 10⁻⁻4ഉം. അപ്പോൾ 10⁻⁻8 വരും അല്ലേ. 10ന്റെ പവർ 10⁻⁻8 വരും. അത് ഏതിനേക്കാൾ ഗ്രേറ്ററാ? 10⁻⁻10നേക്കാൾ ഗ്രേറ്റർ ആണ് 10⁻⁻8. 10ന്റെ പവർ മാത്രം നോക്കി ആൻസറിലേക്ക് വരാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇവിടെയോ 10⁻⁻5 × 10⁻⁻5, അതായത് 10⁻⁻10 ആണ്. അപ്പോൾ 10⁻⁻10ഉം 10⁻⁻10ഉമാണ്, രണ്ടും 10⁻⁻10 ഓർഡറില്ല മക്കളെ. 10⁻⁻5ഉം 10⁻⁻6ഉം. അപ്പോൾ അയണിക് പ്രൊഡക്റ്റിൻ്റെ 10ന്റെ പവർ വരെ 10⁻⁻11, അത് 10⁻⁻10നേക്കാൾ ലെസ്സർ ആണ്. 10⁻⁻10 and 10⁻⁻10, 10⁻⁻20 അല്ലേടാ വരിക. 10⁻⁻20 എന്ന് പറയുന്നത് 10⁻⁻10നേക്കാൾ ലെസ്സർ ആണ്. അപ്പോൾ മക്കളെ KSPയേക്കാൾ ഗ്രേറ്റർ ആയ 10ന്റെ പവർ അയണിക് പ്രൊഡക്റ്റിൽ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്. ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 10ന്റെ പവർ മാത്രം വെച്ച് ആൻസറിലേക്ക് പോകാവുന്ന ഒരു ചോദ്യമായിരുന്നു അത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡിസ്ക്രീറ്റഡ് ഇൻ ബോർസ് തിയറി? ഡിസ്ക്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടൈസ്ഡ് എന്നാണ് അർത്ഥം. ക്വാണ്ടൈസ്ഡ്. പൊട്ടൻഷ്യൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൈനറ്റിക് എനർജി ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ക്വാണ്ടൈസ്ഡ് ആണെന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് കൃത്യമായി നീൽസ് ബോറിന്റെ മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. എങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? നീൽസ് ബോർ പറഞ്ഞത് ആംഗുലാർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇസ് ദ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π അഥവാ MVR = NH/2π. സോ അത് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടാണ്, ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് അവിടുന്ന് ക്ലിയർ ആണ്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. മക്കളെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ റിഗാർഡിംഗ് എ കെമിക്കൽ പ്രോസസ് എൻഷുവേഴ്സ് ഇറ്റ്സ് സ്പോണ്ടേനിറ്റി അറ്റ് ഓൾ ടെമ്പറേച്ചർ? എല്ലാ ടെമ്പറേച്ചറുകളിലും പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ അത് എക്സോതെർമിക്കും ആകണം മക്കളെ. ഡിസോർഡർ കൂടുകയും വേണം. എക്സോതെർമിക്കും ആകണം, ഡിസോർഡർ കൂടുകയും വേണം. എക്സോതെർമിക് ആകണം എന്ന് പറഞ്ഞാൽ ΔH നെഗറ്റീവ് ആയിരിക്കണം. ഡിസോർഡർ കൂടണം എന്ന് പറഞ്ഞാൽ ΔH പോസിറ്റീവ് ആയിരിക്കണം. Therefore, the right answer is option B. ΔH is less than 0 and ΔH is greater than 0. അടുത്ത 30. For the reaction, കാർബൺ മോണോക്സൈഡും ക്ലോറിനും ചേർന്ന് COCl2 ആകുന്ന റിയാക്ഷനിൽ Kc/Kp എത്രയാണെന്ന ചോദ്യം. അപ്പോൾ നമുക്കറിയാലോടാ മക്കളെ,
കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. മക്കളെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻ. അപ്പോൾ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ -1. ഇനി നിങ്ങൾ നോക്കി, നമുക്ക് വേണ്ടത് കെ സി ബൈ കെ പി അല്ലേ? അതെ, കെ സി ബൈ കെ പി ആണ്. കെ പി ബൈ കെ സി എന്ന് പറയുന്നത് ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണെങ്കിൽ നമുക്ക് വേണ്ടത് കെ പി ബൈ കെ സി അല്ല, കെ സി ബൈ കെ പി ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/RT റേസ് ടു ഡെൽറ്റ എൻ. റെഡി അല്ലേ? ആണ് 1/RT റേസ് ടു ഡെൽറ്റ എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/RT റേസ് ടു -1, അതായത് RT റേസ് ടു 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RT എന്ന് തന്നെ ആൻസർ വരും. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, RT. കെ സി ബൈ കെ പി എന്ന് പറയുന്നത് RT ആണ്. അപ്പോൾ ചിലപ്പോൾ തെറ്റാൻ സാധ്യത, നമ്മൾ കെ പി ബൈ കെ സി ആണോ എന്ന ധാരണയിൽ നമ്മൾ നേരെ ആൻസർ മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, കെ പി ബൈ കെ സി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെടാ മക്കളെ, സി ദ നെക്സ്റ്റ് വൺ. പ്രെഡിക്ട് ദ കറക്റ്റ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിപ്പൽഷൻസ് എമോങ് ദ ഫോളോയിങ്. സിമ്പിൾ ചോദ്യമായിരുന്നു കെമിക്കൽ ബോണ്ടിങ്ങിൽ അല്ലേ? നമുക്കറിയാം LP റിപ്പൽഷൻ ഇസ് മോർ ദാൻ LP-BP റിപ്പൽഷൻ വിച്ച് ഇസ് മോർ ദാൻ എ BP റിപ്പൽഷൻ ആണ്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. മക്കളെ 32. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെൻറ്റ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വിത്ത് നെഗറ്റീവ് സൈൻ? നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ ഓർഡറാണ്. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ മക്കളെ നമുക്കറിയാം 16ാമത്തെ ഗ്രൂപ്പിൽ ഓക്സിജനും സൾഫറും, 17ാമത്തെ ഗ്രൂപ്പിൽ ഫ്ലൂറിനും ക്ലോറിനും. ഹാസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ബിക്കം മോർ ആൻഡ് മോർ നെഗറ്റീവ്. അപ്പോൾ ഈ 2 പേരേക്കാൾ നെഗറ്റീവാണ് ഇവരുടെ വാല്യൂ എന്നറിയാം. ഈ 2 പേരിൽ നമുക്കറിയാലോ ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ശരിയല്ലേ? ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഈ 2 പേരിലോ സൾഫർ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ദാൻ ഓക്സിജൻ. എക്സെപ്ഷണൽ കേസസ് ആയി നമ്മൾ പഠിക്കുന്നതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇതൊന്നും അറിയണ്ട, എന്ത് ചെയ്താൽ മതി? ക്ലോറിനാണ് ഏറ്റവും മോർ നെഗറ്റീവ് എന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിലേക്ക് വരാൻ പറ്റും. സിമ്പിൾ ചോദ്യമായിരുന്നു. മക്കളെ അടുത്ത ചോദ്യം. An ideal gas is taken around the cycle ABCA as shown in PV diagram. The net work done during the cycle is. മക്കളൊരു PV ഡയഗ്രത്തിൽ, ഒരു PV ഗ്രാഫിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഗ്രാഫാണ്. ശരിയല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിളാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിളാണ് നമുക്ക് വേണ്ടത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ½ ഇൻറ്റു BH ആണ്. അതായത് ½ ഇൻറ്റു ബി എത്രയാടാ മക്കളെ? ബേസ് എത്രയാ? V1 നിന്ന് 3V1 അല്ലേ ചേഞ്ച് ഉണ്ടാകുന്നത്? അതെ. അപ്പോൾ 3V1 മൈനസ് V1 ഇൻറ്റു മക്കളെ H എത്രയാ? ഹൈറ്റ് എത്രയാ? എയിൽ P1 നിന്ന് 6P1 അല്ലേ ചേഞ്ച് ഉണ്ടാവുന്നത്? അപ്പോൾ H എന്ന് പറയുന്നത് 6P1 മൈനസ് P1. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു 3V1 നിന്ന് V1 പോയാൽ 2V1 ഇൻറ്റു മക്കളെ 6P1 നിന്ന് P1 പോയാൽ 5P1. അതായത് മക്കളെ 10P1V1/2 അഥവാ 5P1V1 ഈസ് റൈറ്റ് ആൻസർ. 5P1V1 എന്ന് എവിടെയാണ് ഉള്ളത്? ഓപ്ഷൻ സിയിലുണ്ട്. സിമ്പിൾ ചോദ്യമായിരുന്നു. കാണുമ്പോൾ നമുക്കൊന്നും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു, പക്ഷേ സിമ്പിൾ ചോദ്യമാണ്. ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരിച്ചിരി മാത്തമാറ്റിക്സ് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണെന്ന് നമുക്ക് അറിയണമെന്ന് മാത്രം. അടുത്തത്, സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കോൾഡ് സീമാൻ എഫക്ട്. ഡയറക്റ്റ് ചോദ്യമാണ് മക്കളെ. മാഗ്നറ്റിക് ഫീൽഡിന് പകരം ഇലക്ട്രിക് ആണ് ചോദിച്ചിരുന്നെങ്കിൽ അത് സ്റ്റാർക്ക് എഫക്ട് ആയേനെ. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ചോദ്യം. 35. കാർബൺ ഡയമണ്ടിന്റെ കമ്പസ്റ്റിന്റെ ΔH ഉണ്ട്, കാർബൺ ഗ്രാഫൈറ്റിന്റെ കമ്പസ്റ്റിന്റെ ΔH ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ ΔH ഓഫ് കമ്പസ്ഷൻ ഓഫ് കാർബൺ ഡയമണ്ട് ആൻഡ് ദിസ് ഈസ് ദ ΔH ഓഫ് കമ്പസ്ഷൻ ഓഫ് കാർബൺ ഗ്രാഫൈറ്റ്. ചോദ്യം, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഡയമണ്ട് ഫ്രം ഗ്രാഫൈറ്റ്. അതായത് മക്കളെ കാർബൺ ഗ്രാഫൈറ്റ് ഫോമിൽ നിന്ന് കാർബൺ ഡയമണ്ട് ഫോമിലേക്ക് കൺവേർട്ട് ആയാൽ അതിന് എൻതാൽപ്പി ചേഞ്ച് ആണ് ചോദ്യം. അപ്പോൾ നമുക്കൊക്കെ അറിയാം തന്നിരിക്കുന്നത് റിയാക്ടൻറ്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ആണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് റിയാക്ടൻ മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് പ്രൊഡക്റ്റ്. റെഡി? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു
റിയാക്ടന്റ് ഗ്രാഫൈറ്റ് അല്ലേടാ മക്കളെ. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എത്രയാ? -393 മൈനസ് ഓഫ് മൈനസ്. പ്രൊഡക്റ്റ് ഡയമണ്ട് അല്ലേടാ മക്കളെ. ഡയമണ്ടിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എത്രയാ? -395. കറക്റ്റ് ആണേ? ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ, ദിസ് ഈസ് ഈക്വൽ ടു +395 -393, ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് +2 kJ/mol എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, +2 kJ/mol. ഓക്കെ ഡാ മക്കളെ, സി ദ നെക്സ്റ്റ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. സോ മക്കളെ ആരൊക്കെയാണ് ഉള്ളത്? കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. അറ്റോമിക് നമ്പർ 6, 7, 8, 9. നിങ്ങൾ നോക്കിയേ മക്കളെ, ഫസ്റ്റ് അതായത് കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 1s2 2s2 2p6 2p2 അല്ലേ? അതെ. നൈട്രജൻ്റെയോ 1s2 2s2 2p3 ഓക്സിജൻ്റെയോ 1s2 2s2 2p4 ഫ്ലൂറിൻ്റെയോ 1s2 2s2 2p5 ഇവരെ നമ്മൾ അയോൺസ് ആക്കി മാറ്റിയാൽ കാർബൺ പ്ലസ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കഴിഞ്ഞ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ആകണമെങ്കിൽ ഇവർ അയോണുകളായി മാറണമല്ലോ. അതെ. കാർബൺ പ്ലസിന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് എങ്ങനെയാ? 1s2 2s2 2p1. എൻ പ്ലസിൻ്റെയോ 1s2 2s2 2p2. O പ്ലസിൻ്റെയോ 1s2 2s2 2p3. ആൻഡ് മക്കളെ എഫ് പ്ലസിൻ്റെയോ 1s2 2s2 2p4. അപ്പം നമുക്കറിയാം ഈ 4 പേരിൽ ഹയസ്റ്റ് സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ 2p3 വരുന്ന O പ്ലസിനായിരിക്കും. O പ്ലസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടി വരിക. സോ മക്കളെ ഓക്സിജന് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്നാണ്. ഇനി അപ്പോൾ ബാക്കി 3 പേര് നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? ബാക്കി 3 പേരെയും കമ്പയർ ചെയ്യുന്ന സൈസാണ്. കാരണം നമുക്കറിയാം അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ആണ്. അപ്പോൾ സൈസിൻ്റെ ഓർഡർ എല്ലാവർക്കും അറിയാലോ അല്ലേ? സൈസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് കാർബൺ ഗ്രേറ്റർ ദാൻ നൈട്രജൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ ആണല്ലോ. അപ്പോൾ അയണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ ഓർഡർ നേരെ തിരിഞ്ഞല്ലേ വരിക? ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ, ശരിയല്ലേ, നൈട്രജൻ ഗ്രേറ്റർ ദാൻ കാർബൺ. സോ മക്കളെ ഏറ്റവും കൂടുതൽ ഓക്സിജന്, പിന്നെ ഫ്ലൂറിന്, പിന്നെ നൈട്രജന്, പിന്നെ കാർബണിന്. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യം. അടുത്തത്, ഫോർ ദ സിന്തസിസ് ഓഫ് അമോണിയ ബൈ ദ റിയാക്ഷൻ ഓഫ് N2 + 3H2 റിവേഴ്സിബിളി ഗിവ്സ് 2NH3 in the Haber's process, the attainment of equilibrium is correctly predicted by. മക്കളെ റിയാക്ടൻറ്റുകളായ നൈട്രജനും ഹൈഡ്രജനും ഏറ്റവും ഹയസ്റ്റ് എന്ന് കുറയാണ് വേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും ഹൈ ഗ്രാഫ് കുറഞ്ഞു വരുന്ന ഇതിലൊക്കെയാണ്? ഇതിലുണ്ട്, ശരിയല്ലേ? പിന്നെയോ പിന്നെ 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 ഡിക്രീസ് കാണിക്കുന്നത് ഇതിലുണ്ട്, റെഡിയല്ലേ? ഇതിലുണ്ട്. ഈ 3 അപ്പോൾ ഇതെല്ലാം എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി മക്കളെ അമോണിയ പ്രൊഡക്റ്റ് തുടക്കത്തിൽ ഉണ്ടാവുന്നില്ലല്ലോ. പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന റിയാക്ഷൻ നടന്ന് തുടങ്ങുമ്പോഴല്ലേ. അപ്പോൾ തുടക്കത്തിൽ പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0 നിന്നാണ്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ളതിലൊക്കെയോ ഇതിൽ 0 എന്നല്ല മക്കളെ, ഇതിൽ 0 എന്നല്ല, ഇതിലും 0 എന്നല്ല. ഫോർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. NCERTയിലുള്ള ഗ്രാഫാണത്, NCERTയിലുള്ള ഡയഗ്രമാണത്. മക്കളെടുത്തത്, ദ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ വിത്ത് sp3d2 ഹൈബ്രിഡൈസേഷൻ. sp3d2 ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. sp3d2 ഒക്ടാഹിഡ്രൽ ആണ്, നോ ഡൗട്ട്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇങ്ങനെയല്ലേടാ മക്കളെ ഉണ്ടാവും ഒക്ടാഹിഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കൂ, സെൻട്രൽ ആറ്റമായ എ, ചുറ്റും 6 ബോണ്ടുകൾ, ഒക്ടാഹിഡ്രൽ. എല്ലാവർക്കും അറിയാം. മക്കളെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ ഫോർ ദ റിയാക്ഷൻ P4 സോളിഡ് + 5O2 ഗ്യാസ് റിവേഴ്സിബിളി ഗിവ്സ് P4O10 സോളിഡ്? മക്കളെ Kc ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് P4O10 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻ P4 × O2⁵5. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് 1 ആണ്, ഇതും 1 ആണ്. കാരണം പ്യുവർ സോളിഡുകളുടെ മോളാർ കോൺസെൻട്രേഷനുകൾ യൂണിറ്റി ആയിട്ട് എടുക്കാം എന്ന് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലോ? O2വിൻ്റെ മാത്രമേ നിങ്ങളവിടെ കാര്യമായി കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, Kc ഈസ് ഈക്വൽ ടു 1 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2⁵5 എന്നല്ലേടാ ആൻസർ വരിക. അതേ സർ, ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂറൈഡ് ഓഫ് xenon ഹാസ് 0 ഡൈപോൾ മൊമെന്റ്? മക്കളെ xenon ഫ്ലൂറൈഡുകളിൽ 0 ഡൈപോൾ മൊമെന്റ് വരുന്ന ആർക്കാ?
സീറോ ഡൈപോൾ മൊമെന്റ് വരുന്നത് XeF4-നാണ്. അതെന്താ XeF4-ന്റെ പ്രത്യേകത എന്താ? XeF4-ന്റെ പ്രത്യേകത അവന് 4 ബോണ്ട് പെയറുകളും 2 ലോൺ പെയറുമുള്ള സ്ക്വയർ പ്ലാനാർ ജോമെട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ഈ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റും ക്യാൻസൽ ആകും, ഇതും ക്യാൻസൽ ആകും, ഈ 2 ലോൺ പെയർ ഡൈപോൾ മൊമെന്റുകൾ ക്യാൻസൽ ആകും. സോ മൊത്തം ക്യാൻസൽ ആയി ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ബിക്കം 0 ആൻഡ് mu equal to 0 4 XeF4. അതാണല്ലോ ചോദ്യം. അതെ മക്കൾ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സി ദ നെക്സ്റ്റ്. Electromagnetic radiation having lambda equal to 310 angstrom is subjected to a metal sheet having work function equal to 12.8 electron volt. What will be the velocity of photoelectron having maximum kinetic energy എന്നാണ് ചോദ്യം. വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. മക്കളെ, ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കൈനറ്റിക് എനർജി കാണുക? കൈനറ്റിക് എനർജിയിൽ നിന്ന് വെലോസിറ്റി കാണണം നമ്മൾ. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയുണ്ട്. എന്താ നമുക്കറിയാവുന്ന സംഗതി? നമുക്കറിയാവുന്ന സംഗതി എന്ന് പറയുന്നത് മക്കളെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു E minus E0. എനർജി ഓഫ് ദ റേഡിയേഷൻ സ്ട്രൈക്കിംഗ് ദ മെറ്റൽ സർഫസ് മൈനസ് ത്രഷോൾഡ് എനർജി. അതായത് ഹാഫ് mv² ഈസ് ഈക്വൽ ടു E മൈനസ് E0. E ഉണ്ടോ? ഇല്ല. E0 ഉണ്ടോ? ഉണ്ട്. ത്രഷോൾഡ് എനർജി അഥവാ വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. റെഡിയാണല്ലോ അല്ലേ? ആണ്. അപ്പോൾ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് 12.8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് അതിനെ ജൂളിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഒരു വാല്യൂവിനെ ജൂളിലേക്ക് മാറ്റുന്നത് 1.6 ഇൻറ്റു 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. 1.6 ഇൻറ്റു 10⁻⁻⁹ കൊണ്ട് 12.8നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 20.48 കിട്ടും ഇൻറ്റു 10⁻⁻⁹ ജൂൾ. റെഡിയാണല്ലോടാ മക്കളെ? ആണ്. 10⁻⁻⁹ ജൂൾ. ഇനി എനർജി ഓഫ് ദ സ്ട്രൈക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത് hc/λ. hc/λ. റെഡി അല്ലേ? hc/λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു സി എത്രയാടാ മക്കളെ? സി എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁻⁸ ഡിവൈഡഡ് ബൈ ലാംഡ 310 ആങ്സ്ട്രം ആണ്. 310 ഇൻറ്റു 10⁻⁻10 മീറ്റർ ആണ്. അതായത് 31 ഇൻറ്റു 10⁻⁻9 മീറ്റർ ആണ്. 310 0 എടുത്ത് കളയുമ്പോൾ 10⁻⁻10 മാറിയിട്ട് 10⁻�9 ആകും. സോ മക്കളെ, ദിസ് ഈസ് ഈക്വൽ ടു 6.626നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 19.8 ഇൻറ്റു 10⁻⁻34 8 -26 ബൈ മക്കളെ 31 ഇൻറ്റു 10⁻⁻9. അതായത് മക്കളെ 128 ഇൻറ്റു 10⁻⁻27 ബൈ 31 ഇൻറ്റു 10⁻⁻9. 128നെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൾമോസ്റ്റ് 6.4 ആണ് കിട്ടുക ഇൻറ്റു 10⁻⁻8 ജൂൾസ്. അപ്പോൾ ഇവിടെ ജൂളിൽ എടുക്കാനുള്ള കാരണം ഇവിടെ ജൂളിലാണ് കിട്ടുക എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 10⁻⁻19 ഇവിടെ 10⁻⁻18 രണ്ടിൻ്റെയും 10ന്റെ പവറുകൾ സെയിം ആയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ 2.048 അല്ലെങ്കിൽ 2.05 ഇൻറ്റു 10⁻⁻18 ജൂൾസ് എന്ന് E0ന്റെ വാല്യൂ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തു. ഇനി മക്കളെ, ഹാഫ് mv² ഈസ് ഈക്വൽ ടു E മൈനസ് E0 അല്ലേ? അതെ. അതായത് ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ നമുക്ക് വേണ്ടത്? 9.1 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു v² ഈസ് ഈക്വൽ ടു E മൈനസ് E0. അതായത് 6.4 മൈനസ് 2.05 ഇൻറ്റു 10⁻⁻18 ആൻഡ് therefore മക്കളെ 9.1/2 ഇൻറ്റു 10⁻⁻31 v² ഈസ് ഈക്വൽ ടു 6.4ൽ നിന്ന് 2.05 സബ്ട്രാക്ട് ചെയ്തെടുത്താൽ ഇറ്റ് ബിക്കംസ് 4.35 എന്ന് കിട്ടും. റെഡിയാണ്? ഇൻറ്റു 10⁻⁻18. അവിടെ നിന്ന് v² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4.35 ഇൻറ്റു 10⁻⁻18 ഡിവൈഡഡ് ബൈ 9.1 ഇൻറ്റു 10⁻⁻31. മക്കളെ, v² ഈസ് ഈക്വൽ ടു
2.45 എന്ന് പറഞ്ഞാൽ 8.7 ആണ്. 8.7 by 9.1 into 10⁻⁰ 18 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ മക്കളെ ബാക്കി ഉണ്ടാവുക? 18 31 13 അല്ലേ? അപ്പോൾ താഴെ ഒരു 10⁻⁻13 ബാക്കി ഉണ്ടാവും, മുകളിലേക്ക് വരുമ്പോൾ 10⁻13 ആകും അത്. ആൻഡ് ദാറ്റ് ഈസ് മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു v² ഈസ് ഈക്വൽ ടു 8.7നെ നിങ്ങൾ 9.1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാടാ മക്കളെ ആൻസർ കിട്ടുക? 0.95 എന്ന് കിട്ടുവേ, ഇൻറ്റു 10⁻13 അഥവാ 9.5 ഇൻറ്റു 10⁻12. ശരിയല്ലേ? അത് v². അപ്പോൾ v കാണണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9.5 ഇൻറ്റു 10⁻12 മൈനസ് അല്ലാട്ടോ 12 ആണേ, 10⁻12. 9.5ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 3 point something, കാരണം 3 point something വരും, കാരണം 9ൻ്റെ സ്ക്വയർ റൂട്ട് 3 ആണല്ലോ. അപ്പോൾ 3 point something വരും, 3.1 എടുത്തോ. അപ്പോൾ 3.1 ഇൻറ്റു 10⁻12ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 10⁻6. അപ്പോൾ 3.1 ഇൻറ്റു 10⁻6. സോ ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. മക്കൾ അടുത്തത്, എമംഗ് ദ ഫോളോയിങ് ഗ്രൂപ്പിംഗ്സ് വിച്ച് വൺ റെപ്രസെൻസ് എ സെറ്റ് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ വരുന്നത് ആരിലൊക്കെയാണെന്നാണ് ചോദ്യം. NO പ്ലസ് എത്ര ഇലക്ട്രോൺ വരും? 8 7 15, 15 നിന്ന് 1 പോയി കഴിഞ്ഞാൽ 14 ഇലക്ട്രോൺ. C2 മൈനസ്, C2 മൈനസിൽ മക്കളെ 14 ഇലക്ട്രോൺ, 12 + 2 14 ഇലക്ട്രോൺ. O2 മൈനസ്, O2ൽ 16 + 1 17, അപ്പോൾ അത് ഐസോ ഇലക്ട്രോണിക് അല്ല. N2 14, C2 മൈനസ് 14, CO 8 മാറും 14 മക്കളെ. NO എന്ന് പറയുന്നത് 15ആയി, 8 7 15 പറ്റൂല മക്കളെ. CO 14, സോറി 15 അല്ല 14, 8 6 14. NO പ്ലസ് 15 1 പോയാൽ 14. CN മൈനസ് 13 1 ചേർത്താൽ 14. C2 മൈനസ് 12 2 ചേർത്താൽ 14. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. 14 ഇലക്ട്രോൺ ആണ് എല്ലാവരിലും ഉള്ളത് മക്കളെ. 43, I mean the next question. The law of multiple proportion is illustrated by the two compounds. മക്കളെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആകണമെങ്കിൽ 2 എലമെന്റുകൾ ഫോം ചെയ്യുന്ന 2 കോമ്പൗണ്ടുകൾ ഉണ്ടാവണം. അപ്പോൾ മക്കളെ നിങ്ങൾ നോക്കിയേ, സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും, സൾഫറും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന 2 എലമെന്റുകൾ. അപ്പോൾ മറ്റൊന്നും ആൻസർ ആവൂല. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. റെഡി? അടുത്തത്, ദ ഫോർമുല ഓഫ് എൻ ആസിഡ് HXO2, the mass of 0.0242 moles of acid is 1.657 gram. What is the atomic mass of X എന്നാണ് ചോദ്യം. അതായത് ഇത്രയും മോളിൻ്റെ മാസ് ഇത്രയുമാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ആണ്. അപ്പോൾ മക്കളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് മോളാർ മാസ് കണ്ടുകൂടെ? നമ്പർ ഓഫ് മോൾസ് 0.0242 ആണ് തന്നിട്ടുണ്ട്, ഗിവൺ മാസ് 1.657 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ മോളാർ മാസ് കാണാമല്ലോ, കാണാം. സോ മോളാർ മാസ് ഈസ് ഈക്വൽ ടു 1.657 ഡിവൈഡഡ് ബൈ 0.0242 അല്ലേ? അതായത് മക്കളെ ഒന്നുകൂടി ഭംഗിയാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, 165.7നെ എന്ത് ചെയ്താൽ മതി? 2.42 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏകദേശം ഒരു 68.5 ആൻസർ കിട്ടും മോളാർ മാസ്. എടാ മോളാർ മാസ് 68.5 എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ്റെ മാസ് പ്ലസ് ഒരു എക്സിൻ്റെ മാസ് പ്ലസ് 2 ഓക്സിജൻ്റെ മാസ് ചേർത്താൽ 68.5 കിട്ടണം എന്നല്ലേ? അതെ. അതായത് 1 പ്ലസ് മാസ് ഓഫ് എക്സ് പ്ലസ് 32 എന്ന് പറയുന്നത് 68.5 ആകണം എന്നല്ലേ? അതെ. അതായത് മക്കളെ എക്സ് പ്ലസ് 33 എന്ന് പറയുന്നത് 68.5 ആകണം എന്നല്ലേ? അതെ. അതായത് എക്സ് ഈക്വൽ ടു 68.5 മൈനസ് 33 ആകണം എന്നല്ലേ? അതെ. അപ്പോൾ ആൻസർ എന്താ വരിക? 35.5 എന്ന ആൻസർ വരും. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ. ഇപ്പോൾ മോളാർ മാസ് കിട്ടിയാൽ ആൻസറിലേക്ക് പോകാൻ പറ്റുന്നൊരു ചോദ്യമായിരുന്നു അത്. റെഡി ആണല്ലോ? ക്ലിയർ ആണല്ലോടാ മക്കളെ? ഓക്കെ ആണ്, റെഡിയാണ്, സെറ്റാണ്. എക്സ് കൺഫ്യൂഷൻ അടിക്കണ്ട, സ്മോൾ ലെറ്റർ എക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മക്കളെ അടുത്തത്, 1 mole of an ideal gas at 25 degrees Celsius expands in volume from 1 liter to 4 liter at constant temperature. What is the work done in joule
ഇഫ് ദ ഗ്യാസ് എക്സ്പാൻഡ്സ് അഗെയിൻസ്റ്റ് വാക്വം. ഇത് മതി നമുക്ക്, കാരണം ഇത്രയും കണ്ടാൽ മനസ്സിലാകും ഇത് ഫ്രീ എക്സ്പാൻഷൻ ആണ്. മക്കളെ, വാക്വത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഫ്രീ എക്സ്പാൻഷൻ നടക്കുന്നിടത്ത് വർക്ക് ഡൺ 0 ആണ്. ഫോർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 0. സിമ്പിൾ ചോദ്യമായിരുന്നു അതും. മക്കളെ, സെക്ഷൻ എയിലെ 20 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. സെക്ഷൻ ബിയിലേക്ക് നമ്മൾ കയറാണ്. സെക്ഷൻ ബിയിലെ ആദ്യത്തെ ചോദ്യം, 2 elements A and B which form 0.15 moles of A2B and AB3 type of compounds. അപ്പോൾ എയും ബിയും ചേർന്ന് 2 കോമ്പൗണ്ടുകളായി മാറുന്നു. A2B എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടുമുണ്ട്, AB3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടുമുണ്ട്. ഇഫ് ബോത്ത് A2B and AB3 weigh equally, രണ്ടിൻ്റെ വെയിറ്റ് ഈക്വൽ ആണെങ്കിൽ then the atomic weight of A is എത്ര ടൈംസ് ഓഫ് atomic weight of B ആണെന്നാണ് ചോദ്യം. മക്കളെ, 2 പേരുടെയും നമ്പർ ഓഫ് മോൾസ് സെയിം അല്ലേ? A2Bയും AB3യും ഒരേ നമ്പർ ഓഫ് മോൾസ് ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് A2B അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് AB3 ആണ്. എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ, മക്കളെ, ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് A2B എങ്ങനെയാണ് നമ്മൾ കാണുക? 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് A പ്ലസ് അറ്റോമിക് മാസ് ഓഫ് B ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് AB2 അല്ലല്ലോ മക്കളെ, AB3 അല്ലേ? AB3 ആണേ. AB3 എങ്ങനെയാണ് കാണുക? അറ്റോമിക് മാസ് ഓഫ് A പ്ലസ് 3 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് B. റെഡിയാണ് മക്കളെ? രണ്ടിലും നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രണ്ടിൻ്റെയും വെയിറ്റ് ഈക്വൽ ആണ്. കണ്ടോ, രണ്ടിൻ്റെയും വെയിറ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഡബ്ല്യൂയും ക്യാൻസലായി പോകും. ഡബ്ല്യൂയും ക്യാൻസലായി പോയാൽ 1/2A പ്ലസ് B എന്ന് പറയുന്നത് 1/A പ്ലസ് 3B ആണ്. എന്ന് പറഞ്ഞാൽ മക്കളെ, ഇത് ഈക്വൽ ആണെങ്കിൽ ഉറപ്പല്ലേ 2A പ്ലസ് B എന്ന് പറയുന്നത് A പ്ലസ് 3B ആകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, 2A മൈനസ് A ഈസ് ഈക്വൽ ടു 3B മൈനസ് B എന്നല്ലേ വരിക? അതായത് A ഈസ് ഈക്വൽ ടു 2B എന്നല്ലേ വരിക? അതായത് എയുടെ അറ്റോമിക് മാസിൻ്റെ ഡബിൾ ആയിരിക്കും ബിയുടെ അറ്റോമിക് മാസ്. അപ്പോൾ ആൻസർ വരിക 2 ടൈംസ് ദ അറ്റോമിക് മാസ് ഓഫ് B. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ആണ് മക്കളെ. ഞാനിവിടെ A എന്ന് മാർക്ക് ചെയ്ത് എയുടെ അറ്റോമിക് മാസിനെയാണ്, B എന്ന് മാർക്ക് ചെയ്ത് ബിയുടെ അറ്റോമിക് മാസിനാണ് കേട്ടോ. അത് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാറിപ്പോകരുത്. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പിലെ സെക്ഷൻ ബിയിലെ രണ്ടാമത്തെ ചോദ്യം, ഇഫ് ദ വേവ് ലെങ്ത് ഫോർ എൻ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം ഹൈഡ്രജൻ ആറ്റം is 3.3 into 10⁻⁻10 meter. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എനർജി അബ്സോർബ്ഡ് ബൈ ദ ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കമ്പയർഡ് ടു മിനിമം എനർജി റിക്വയർഡ് ടു എസ്കേപ്പ് ഇറ്റ് ഫ്രം ദി ആറ്റം ഇസ് ഡാഷ് ടൈംസ്. ചോദ്യം നമ്മളോട് ചോദിച്ചത് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു മക്കളെ? എനർജി അബ്സോർബ്ഡ് ബൈ ദ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് കമ്പയർഡ് ടു മിനിമം എനർജി റിക്വയർഡ് ഫോർ ഇറ്റ്സ് എസ്കേപ്പ്. അപ്പോൾ റേഷ്യോ ആണ് കാണേണ്ടത്. എന്തിൻ്റെ റേഷ്യോ നിങ്ങൾ കാണേണ്ടത് മക്കളെ? നിങ്ങൾ കാണേണ്ടത് എനർജി അബ്സോർബ്ഡ് ബൈ മിനിമം എനർജി റിക്വയർഡ്. ഈ റേഷ്യോ ആണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇത് മനസ്സിലാക്കിയാലേ ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇത് നമ്മൾ ചെയ്തു തുടങ്ങണം. മക്കളെ, നമുക്ക് നന്നായിട്ടറിയാം ഒരു ഹൈഡ്രജൻ അടുത്ത് നിന്ന് പുറത്തു പോകുന്ന എനർജിയും സംഗതികളൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. എടാ, എനർജി അബ്സോർബ്ഡ് എന്ന് ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകാൻ ആ ആറ്റം അബ്സോർബ് ചെയ്യുന്ന എനർജി, അതിൽ ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ വേണ്ട എനർജിയും ബാക്കി എനർജി ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുക. അതായത് നമ്മൾ നേരത്തെ ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ പറഞ്ഞതുപോലെ ദ എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദി ത്രഷോൾഡ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അതേപോലെ തന്നെ മക്കളെ, വലിച്ചെടുക്കുന്ന എനർജി എന്ന് പറയുന്നതിൽ ഒരു ഭാഗം അതിനെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ പ്ലസ് ബാക്കി എനർജി എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതായത് ഒരു 10 ജൂൾ എനർജിയാണ് വലിച്ചെടുക്കുന്നെങ്കിൽ അതിൽ 8 ജൂൾ മതി ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനെങ്കിൽ ബാക്കി 2 ജൂൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ എനർജി അബ്സോർബ്ഡ് എന്ന് പറയുന്നത് എനർജി റിക്വയർഡ് പ്ലസ് കൈനറ്റിക് എനർജിയാണ്. ക്ലിയർ ആണല്ലോടാ മക്കളെ? ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസറിലേക്ക് പോകേണ്ടത്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കൈനറ്റിക് എനർജി അറിയണ്ടേ? കൈനറ്റിക് എനർജി അറിയണം. മക്കളെ, എങ്ങനെയാണ് കൈനറ്റിക് എനർജി കാണുക? അതിന് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് നിന്ന് കൈനറ്റിക് എനർജി കാണാൻ പറ്റുമോ? പറ്റും. ഇലക്ട്രോൺ അല്ലേ, പാർട്ടിക്കിൾ അല്ലേ? ഡ്വൽ നാച്ചർ ഓഫ് മാറ്ററിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരെ? ആൽഫ ഈസ് ഈക്വൽ ടു h/mvക്ക് പകരം √2m കൈനറ്റിക് എനർജി. അതിൽ ആൽഫയുണ്ട്,
മാസ് ഉണ്ട്, ഇലക്ട്രോൺ ആണല്ലോ, മാസ് ഉണ്ട്. കൈനറ്റിക് എനർജി കാണാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. എങ്ങനെയാ? അപ്പോൾ ആ സ്ക്വയർ റൂട്ട് ഒഴിവാക്കണം. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 2m കൈനറ്റിക് എനർജി. അവിടെ നിന്ന് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 2m ഇൻറ്റു ലാംഡ സ്ക്വയർ. റെഡിയാണേ? ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേരാ മക്കളെ. എച്ച് സ്ക്വയർ, so kinetic energy of the electron emitted from hydrogen is equal to 6.626 into 10 raised to minus 34 in the square divided by, calculation കുറച്ച് ഉണ്ട് കേട്ടോടാ മക്കളെ, 2m, 2 into ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാ? 9.1 into 10 raised to minus 31 into മക്കളെ ലാംഡ എത്രയാ? 3.3 into 10 raised to minus 10 സ്ക്വയർ. ലാംഡ സ്ക്വയർ ആണല്ലോ 10 raised to minus 10 സ്ക്വയർ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ 6.626ൻ്റെ സ്ക്വയർ എത്രയാ? 43.9 ആണ്. ഇൻറ്റു 10 raised to minus 34ൻ്റെ സ്ക്വയർ 10 raised to minus 68 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.1 ഇൻറ്റു 10 raised to minus 31 ഇൻറ്റു 3.3യുടെ സ്ക്വയർ 10.89. 3.3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഏകദേശം 3.3 അല്ലേടാ മക്കളെ, 10 raised to 9. ഓക്കെ, 10 raised to 9 into 10 raised to 10.9 into 10 raised to minus 20. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുക തന്നെ വേണം. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ഏകദേശം 2.2 എന്ന് കിട്ടും. ഇൻറ്റു 10 to the power of minus 18 എന്ന് കിട്ടും. മക്കളെ കാൽക്കുലേഷൻ ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടിയേ? കൈനറ്റിക് എനർജി കിട്ടി. എനർജി റിക്വയർഡ് എത്രയാണ് എന്ന് ചോദ്യത്തിലുണ്ടോ? ഇല്ല, അത് വേണ്ട, കാരണം നമുക്ക് ഈ റേഷ്യോ ആണല്ലോ വേണ്ടത്. ഇനി നമ്മുടെ ഇക്വേഷൻ എടുത്ത്, എന്താ ഇക്വേഷൻ? എനർജി അബ്സോർബ്ഡ് എന്ന് പറയുന്നത് എനർജി റിക്വയർഡ് പ്ലസ് കൈനറ്റിക് എനർജിയാണ്. ഈ റേഷ്യോയിലേക്ക് മാറണമെങ്കിൽ ദ ഹോൾ ഇക്വേഷൻ മസ്റ്റ് ബി ഡിവൈഡഡ് ബൈ എനർജി റിക്വയർഡ്. ഹോൾ ഇക്വേഷനെ എനർജി റിക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ അബ്സോർബ്ഡ് ബൈ ഈ റിക്വയർഡ് ഈസ് ഈക്വൽ ടു E required by E required plus kinetic energy by E required. Ready അല്ലേ? റെഡിയാണ്. ആൻഡ് ദാറ്റ് is മക്കളെ that is equal to 1 plus kinetic energy by E required എന്ന് കിട്ടും. റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ്. കൈനറ്റിക് എനർജി ബൈ ഇ റിക്വയർഡ് എന്ന് കിട്ടും. ഓക്കെ, കൈനറ്റിക് എനർജി എത്രയാണെന്ന് കിട്ടിയല്ലോ അല്ലേ? 1 പ്ലസ് കൈനറ്റിക് എനർജി എത്രയാ? 2.2 ഇൻറ്റു 10 raised to minus 18 ഡിവൈഡഡ് ബൈ എനർജി റിക്വയർഡ്. എങ്ങനെയാ കാണുക മക്കളെ? എനർജി റിക്വയർഡ് കാണാൻ നമുക്കറിയാം, ഹൈഡ്രജന്റെ ഉള്ളിൽ നിന്ന് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിനുള്ളിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി എനർജിയെ വിളിക്കുന്ന പേരാണല്ലോ അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതെ, അപ്പോൾ ഹൈഡ്രജന്റെ അയനൈസേഷൻ എനർജിയാണ് അവിടെ നമ്മൾ എടുക്കേണ്ടത്. അയനൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ജൂളിലല്ല നമ്മൾ എടുക്കേണ്ടത്, കാരണം ഇവിടെ കൈനറ്റിക് എനർജി ജൂളിലാണ്. എങ്ങനെയാണ് മക്കളെ അയനൈസേഷൻ എനർജി ജൂളിൽ കാണാം? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? അയനൈസേഷൻ എനർജി ജൂളിൽ കാണാൻ ഇറ്റ് ഇസ് 2.18 ഇൻറ്റു 10 raised to minus 18. ഓക്കെ, minus 18 ഇൻറ്റു സെഡ് സ്ക്വയർ അല്ലേടാ മക്കളെ? അതെ, ഇൻറ്റു സെഡ് സ്ക്വയർ ആണ്. ഹൈഡ്രജൻ ആയതുകൊണ്ട് സെഡ് 1 അല്ലേ? അതെ. അപ്പോൾ ഹൈഡ്രജന്റെ എനർജി റിക്വയർഡ് അഥവാ ഹൈഡ്രജന്റെ അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 2.18 ഇൻറ്റു 10 raised to minus 18 അല്ലേ? അതെ, 10 raised to minus 18 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 10 raised to minus 18 10 raised to minus 18 എന്തായിടാ മക്കളെ? ക്യാൻസൽ ആയിപ്പോയി, രണ്ടും തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. ശരിയല്ലേ? രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോയാൽ മക്കളെ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി എന്താ ബാക്കിയുള്ളത് 1 പ്ലസ് 2.2 2.18 അപ്രോക്സിമേറ്റ്ലി 1 തന്നെ അല്ലേ? ക്യാൻസലായി പോകൂലേ? അത് ക്യാൻസലായി പോവും അല്ലേ? അപ്പോൾ 1 + 1 തന്നെ വരും. 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2 അല്ലേടാ? അതെ, 2 ആണ് സാർ. അപ്പോൾ മക്കളെ ആൻസർ എന്താ? 2 ടൈംസ് ആണ്. ആൻസർ ഈസ് 2 ടൈംസ്. സിമ്പിൾ. ആൻസർ ഈസ് 2 ടൈംസ്. കുറച്ചധികം കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ നന്നായി വായിച്ച് ആലോചിച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, അടുത്തത്
മക്കളെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദ ഫോളോയിങ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡൻ്റ് ആയ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് മക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. വോളിയം എക്സ്റ്റെൻസീവ് ആണ്. മോളാർ ആയിട്ടുള്ള വരുന്നവരെല്ലാം ഇൻറ്റൻസീവ് ആണ്. മൊളാരിറ്റി ഇൻറ്റൻസീവ് ആണ്. E0 സെൽ സ്റ്റാൻഡേർഡ് ആണ്, ഇൻറ്റൻസീവ് ആണ്. ഗിബ്സ് ഫ്രീ എനർജി എക്സ്റ്റെൻസീവ് ആണ്. മോളാർ മാസ് ഇൻറ്റൻസീവ് ആണ്. മോൾ പക്ഷേ എക്സ്റ്റെൻസീവ് ആണ്. കാരണം നമ്പർ മാറുന്നതിനനുസരിച്ച് മോള് മാറാം. മോള് 1, 2, 3 ഒക്കെ മാറാം. റെഡി അല്ലേ? പക്ഷെ എപ്പോഴും ഓർക്കണേ, ഇതിന് പകരം 1 മോൾ എന്നായിരുന്നെങ്കിൽ, മോള് 2 തരത്തിൽ പറയാറുണ്ട് മക്കളെ. മോൾ എക്സ്റ്റെൻസീവ് ആണ്, പക്ഷെ 1 മോൾ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ആണ്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളേ. അപ്പോൾ ഇത് എക്സ്റ്റെൻസീവ് ആണ്. നമ്മളോട് ചോദിച്ചാൽ എന്താ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികൾ ആരൊക്കെയെന്നുള്ളതല്ലേ? 3 ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികളാണ് മക്കളെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആൻസർ ഇസ് 3. അടുത്തത്, among the following the number of molecule having net dipole moment. അപ്പം നെറ്റ് ഡൈപോൾ മൊമെന്റ് വരണമെങ്കിൽ ഒന്നുകിൽ ലോൺ പെയർ വരണം, അതല്ലെങ്കിൽ ഡിഫറൻറ്റ് സറൗണ്ടിങ് ആറ്റങ്ങൾ വരണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ NF3 ഒരു ലോൺ പെയർ ഉണ്ട്, അപ്പോൾ ഇവന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. BF3 ലോൺ പെയറും ഇല്ല, സറൗണ്ടിങ് ആറ്റങ്ങൾ ഒരേ ആറ്റങ്ങളാണ്. BF2 ലോൺ പെയർ ഇല്ല, സറൗണ്ടിങ് ആറ്റങ്ങൾ സെയിം ആണ്. CHCl3 ലോൺ പെയർ ഇല്ല, പക്ഷേ സറൗണ്ടിങ് ആറ്റങ്ങൾ ഹൈഡ്രജനും ക്ലോറിനും ഒരു ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. H2Sൽ സൾഫറിന് മുകളിൽ ലോൺ പെയർ ഉണ്ട്. SiF4 ലോൺ പെയർ ഇല്ല, സറൗണ്ടിങ് ആറ്റങ്ങൾ സെയിം ആണ്. CCl4 ലോൺ പെയർ ഇല്ല, സറൗണ്ടിങ് ആറ്റങ്ങൾ സെയിം ആണ്. PF5 അതേ ലോൺ പെയർ ഇല്ല, സറൗണ്ടിങ് ആറ്റങ്ങൾ സെയിം ആണ്. അപ്പോൾ എഗെയിൻ ആൻസർ 3 വരിക. മക്കളെ തൊട്ടു മുമ്പ് നമ്മൾ ചെയ്ത ചോദ്യത്തിന് ആൻസർ 3 അല്ലല്ലോടാ മക്കളെ വരുന്നത്, 4 അല്ലേ വരുന്നത്. നോക്കി, 1, 2, 3, 4 4 വരുന്നത് കേട്ടോ. 4 ആണ്, 3 അല്ല വരുന്നത്. ഇറ്റ്സ് 4. ഓക്കെ, ഇവിടെ നമുക്ക് 3 തന്നെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നോക്കി, 1, 2, 3 3 തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ചോദ്യം, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ ഓഫ് 1 mole of water and 1 mole of carbon monoxide is taken in a 10-liter container heated up to 725 Kelvin. At equilibrium, 40% of water by mass react with the carbon monoxide according to the equation. What is the equilibrium constant? Kc into 10⁻². For the reactions. What is Kc എന്നാണ് ചോദ്യം. നമ്മൾ റിയാക്ഷൻ എഴുതാം മക്കളെ. കാർബൺ മോണോക്സൈഡും വാട്ടറും ചേർന്ന് എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനുമായി മാറും. ബാലൻസറാണ്. അതായത് T=0 ആകുന്ന സമയത്ത് 1 മോൾ കാർബൺ മോണോക്സൈഡും 1 മോൾ വാട്ടറും ചേർന്ന് 0 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇക്വിലിബ്രിയം എത്തുമ്പോൾ മക്കളെ 1 - X മോൾ കാർബൺ ഡൈ ഓക്സൈഡ്, X മോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്ത് പോയി, X മോൾ വാട്ടർ റിയാക്ട് ചെയ്ത് പോയി. സോ X മോൾ കാർബൺ ഡൈ ഓക്സൈഡും X മോൾ ഹൈഡ്രജനും ഫോം ചെയ്യും. പക്ഷെ നിങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇക്വിലിബ്രിയത്തിൽ വാട്ടറിൻ്റെ 40% മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ X എന്ന് പറയുന്നത് 40% ആണ് എന്ന് പറഞ്ഞാൽ 40/100 ആണ് എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അത് 0.4 ആണെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ മക്കളെ, എന്ത് എളുപ്പമായിരിക്കും ചോദ്യം, എന്ത് എളുപ്പമായിരിക്കും ആൻസർ. അത് 0.4 ആണെങ്കിൽ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1 - X എന്ന് പറയുന്നത് എത്രയാ? 0.6 ആണ്. അപ്പം X എത്രയാ? 1 - X എത്രയാന്ന് കിട്ടി. ഇനി Kc = molar concentration of carbon dioxide into molar concentration of hydrogen divided by molar concentration of carbon monoxide into molar concentration of water. അതായത് X into X by 1 - X into 1 - X, and that is equal to മക്കളെ എത്രയാടാ? 0.4 into 0.4 by 0.6 into 0.6. എത്ര ആൻസർ വരികടാ മക്കളെ? ആൻസർ വരുന്നത് നല്ലോണം ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആൻസർ എത്ര വരിക? 0.4 into 0.4 അല്ലേ? 0.16 by 0.6 into 0.6 0.36. അതായത് 16/36 എന്ന് പറഞ്ഞാൽ 0.44. എക്സ്ക്യൂസ് മീ, 0.44 മക്കളെ. 0.44 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 44 into 10⁻². അപ്പോൾ Kc എന്ന് പറയുന്നത് 44 ആകാനാണ് ആൻസർ പറയാം.
44 ഈസ് ദി ആൻസർ. അപ്പോൾ ഇത്രയായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ GIBയുടെ കെമിസ്ട്രി പോർഷനിൽ ഉണ്ടായിരുന്നത്. എളുപ്പമായിരുന്നു, എല്ലാവരും നല്ല സ്കോർ തന്നെ നേടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സപ്പോസ് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള ആളുകൾ, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ പോയ ആളുകൾ സങ്കടപ്പെടരുത്. നമ്മുടെ മുന്നിൽ ഇനിയും സമയമുണ്ട്. അനലൈസ് ചെയ്യുക, എവിടെയാണ് പിഴച്ചു പോയത്, പ്രിപ്പറേഷനിൽ എവിടെയാണ് പാളിച്ച പറ്റിപ്പോയത്, അനലൈസ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ പാളിച്ചകളൊക്കെ മാറ്റിക്കൊണ്ട് അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സോ മച്ച്.